ചാനൽ ചർച്ചയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ കേസിൽ പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. അഞ്ജന അനിൽകുമാർ വിവരങ്ങളുമായി. അഞ്ജന, വിദ്വേഷ പ്രതികരണമാണ് ചാനൽ ചർച്ചയിൽ പി.സി. ജോർജ് നടത്തിയിരുന്നത്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. എന്താണ് കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ? സ്മൃതി, ചാനൽ ചർച്ചയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നത്. സ്ഥിരമായി ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നതാണ് പി.സി. ജോർജിന് വിനയായി മാറിയിരിക്കുന്നത്. ജനുവരി 5-ാം തീയതിയാണ് ചാനലിലെ ചർച്ചയിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തുകയുണ്ടായത്. മുസ്ലിം വിരുദ്ധ പരാമർശമാണ് നടത്തിയത്. ഈരാറ്റുപേട്ടയിലെ മുസ്ലിം ലീഗ് നൽകിയ പരാതിയിലാണ് കേസെടുത്തതും. തുടർന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. ആദ്യമേ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്തെല്ലാം തന്നെ ഇത് മാറ്റിവെച്ചിരുന്നു. 4 തവണ മാറ്റിവെച്ചതിന് ശേഷമാണ് ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പി.സി. ജോർജ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന കാര്യം മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 2 ദിവസമായി പി.സി. ജോർജ് കോട്ടയം ജില്ലയിലില്ല. എവിടെയെന്ന് തന്നെ ആർക്കും അറിയില്ലെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാകുന്നത്. ഫോണിലടക്കം ലഭിക്കാത്ത സാഹചര്യമാണ്. എന്തായാലും സ്ഥിരമായി ഇങ്ങനെ ചാനലുകളിൽ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നതാണ് ഇപ്പോൾ പി.സി. ജോർജിന് വിനയായി മാറിയിരിക്കുന്നത്. ഈരാറ്റുപേട്ടയിലുള്ള മുസ്ലിം ലീഗിന്റെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതും. കൂടാതെ ഈ പ്രസംഗത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കാനും അടക്കം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. രേഖാമൂലവും അല്ലാതെ വീഡിയോ ക്ലിപ്പുകൾ അടക്കം ഹാജരാക്കുകയും ചെയ്തു. ഇതെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷവും ഇന്നലെയാണ് ഇരു വിഭാഗങ്ങളുടെയും വാദങ്ങൾ അടക്കം പൂർത്തിയായത്. കൃത്യമായ വാദങ്ങളും എല്ലാം കേട്ടതിന് ശേഷമാണ് ഇന്ന് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശരി, പി.സി. ജോർജിന് മുൻകൂർ ജാമ്യമില്ല. അഞ്ജന അനിൽകുമാറാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.